Start, camera, action. Scene 7, take by 1. ഒന്നും കാര്യമാക്കണ്ട കേട്ടോ, ചുമ്മാ ഒരു തമാശയാ. ഇത് നമ്മുടെ സ്വന്തം ജയമോഹൻ ചേട്ടൻ. ചേട്ടേ എന്നാ ഉണ്ട്? നമസ്കാരം. ഒരു സിനിമാ പ്രേമിയാണ്. സിനിമ ഭ്രാന്തായി. സിനിമ പ്രേമി ആണോ? ഭ്രാന്തായ സിനിമ മൂത്തിട്ട് ചെറുതായിട്ട് കുഞ്ചില ഭ്രാന്തായിരുന്നു. ആണോ? പിന്നീട് നമ്മള് എന്താ പറയാ, ജീവിത സാഹചര്യം മൂലം നമ്മൾ മറ്റൊരു മേഖലയിലോട്ട് തിരിയേണ്ടി വന്നു. വീണ്ടും എന്താ പറയാ, കറങ്ങിത്തിരിഞ്ഞ് അവസാനം ബിസിനസ്സിലോട്ട് ഇറങ്ങിയ സമയത്തും സിനിമയെ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് സത്യം. സിനിമയെ സ്നേഹിക്കുന്ന കുറേ പേര് നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അപ്പം കലോത്സവത്തിനിടയ്ക്കാണ് നമ്മൾ വന്നേക്കുന്നത്. എല്ലാവരും നോക്കും, ഇത് ക്ലാപ്പ് ബോർഡാണ്. ഇതൊരു വെറൈറ്റിയാണ് സംഗതി. ഇത് ക്ലാപ്പ് ബോർഡിൻ്റെ അകത്ത് നമ്മുടെ ഉള്ളടക്കമാണ്. ലാലട്ടൻ്റെ ഉള്ളടക്കമല്ല, ഉള്ളടക്കത്തിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആരംഭം, അത് സ്റ്റാർട്ടേഴ്സാണ്. പനീർ ടിക്ക ഉണ്ട്, മഷ്റൂം പേപ്പർ ഫ്രൈ ഉണ്ട്, ഐറ്റങ്ങളുണ്ട്. ലവ് ഇൻ കേരള, കേരളത്തിന്റെ കുണുക്കിട്ട കോഴി, കുളക്കോഴി, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ. ആട് 2 ഉണ്ട്. കോഴിപ്പോര് കോഴിയുടെ വെറൈറ്റി ഐറ്റംസ്, കോഴി ചിക്കൻ ബിരിയാണി, ജാവീസ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി, ജെല്ലിക്കെട്ട്, ചൈന ടൗൺ. അത് ചൈനീസ് ഡിഷ് മൊത്തം ചൈന ടൗൺ. അപ്പം ആശാൻ സിനിമ മൂത്ത് ശരിക്കും ഭ്രാന്തായതാണ്. ബാക്കി കാണാം. മൊത്തം ചെയ്തിരിക്കുന്ന സിനിമയുടെ ആംബിയൻസിലാണ് കാര്യങ്ങൾ. മൺമറഞ്ഞു പോയ മലയാള സിനിമയുടെ എല്ലാവരും ഉണ്ട്. ജയൻ ചേട്ടൻ ഉണ്ട്, നസീർ, തിലകൻ ചേട്ടൻ, എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നു. സിനിമയെ കുറിച്ചുള്ളൊരു ചരിത്രം നമ്മുടെ ഇന്ത്യൻ സിനിമയെ കുറിച്ചും മലയാള സിനിമയെ കുറിച്ചുള്ള എല്ലാവരും ഉണ്ട്. ഓരോ റൂമിനും ഓരോ പേര് കൊടുത്തിരിക്കുകയാണ്. വിത്തിയെല്ലാം ഒരു സിനിമയുടെ രീതിയിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ എല്ലാ അറിയപ്പെടുന്ന നടന്മാരുടെയും ചിത്രങ്ങൾ, അതെ നിലവിലുള്ള എല്ലാ നടന്മാരുടെയും അറിയപ്പെടുന്ന. ഞാൻ ഈ മെനു കാർഡ് നോക്കുകയായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വെറൈറ്റി ഒരു കാർഡ് കണ്ടു, കല്യാൺ രാമൻ. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? വെജിറ്റേറിയൻ ഐറ്റംസ് എല്ലാം ആണല്ലേ. കല്യാൺ രാമൻ എന്നുള്ള രാമൻകുട്ടിയുടെ അതെ എല്ലാം വെജിറ്റേറിയൻ ഫുഡാണല്ലോ. വെള്ളരിക്ക പട്ടണം, അതെ സാലഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം. നമുക്ക് 2 റൂമുണ്ട്. ഹോളിവുഡും അതെ, ഹോളിവുഡും ബോളിവുഡും. നമ്മൾ പഴയ സിനിമയുടെ അതേ ഫോണ്ടുകൾ നമ്മളത് അങ്ങനെ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറെ ഫോണ്ടുണ്ടല്ലോ, സാജൻ, അത് ബോംബെ, ഷോലൈ, ഇതൊക്കെ ചിത്രങ്ങൾ വരച്ചിരിക്കുകയാണ്. ഇതൊക്കെ വരച്ചിരിക്കുകയാണ് ചിത്രങ്ങൾ. അപ്പോൾ ബോളിവുഡിൽ നിന്ന് അടുത്ത് നമുക്ക് ഹോളിവുഡിലേക്ക് കയറാം. അപ്പോൾ ഹോളിവുഡിലെ അതെ എവർലാസ്റ്റിംഗ്. സിനിമയാകുമ്പം സംഗീതവും സംഘടനയും എല്ലാം ഉണ്ടല്ലോ. റിതം, ഇത് സംഗീത പ്രേമികൾക്ക് എന്നുള്ള രീതിയിൽ അതെ ലെജൻഡായിട്ടുള്ള ആളുകളെല്ലാം നമുക്കുണ്ട്. ലതാ മങ്കേഷ്കർ, AR റഹ്മാൻ, ഇളയരാജ സാറ്, ദാസേട്ടൻ, എല്ലാവരും ഉണ്ട്. മൺമറഞ്ഞു പോയവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതൊരു റിതം റൂം. ഒപ്പം തന്നെ പഴയ ഗ്രാമഫോണും ഒക്കെ നമ്മൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരാനായിട്ട് വെച്ചിട്ടുമുണ്ട്. കൊല്ലം ഞങ്ങളുടെ ഇല്ലം, അതായത് കൊല്ലം ജില്ലയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള നടന്മാരും സംവിധായകരും പിന്നണി ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവരെ വെച്ചിട്ടുള്ള ഒരു റൂമാണ്. നമ്മുടെ പുതിയ തലമുറയിലെ അനുശ്രീ ഉൾപ്പെടെയുള്ള കൊട്ടാരക്കര ശ്രീധരൻ നായർ സാർ മുതൽ എല്ലാവരും ഉണ്ട്. മന്ത്രിയുണ്ട്. പിന്നണിയിലുള്ള ആളുകളുടെ കൊല്ലംകാര്, അതെ ONV കുറുപ്പ് സാർ അടക്കമുള്ള ആളുകൾ. ഉള്ളടക്കം കണ്ട് നല്ല വിശക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണത്തിലേക്ക് നമ്മുടെ ഇന്നസെന്റ് ചേട്ടാ കുറച്ച് ചോറിട്ടെ. പൊരിച്ച കോയിന്റെ മണം, കലങ്ങിയില്ല, എല്ലാം ഒരു വെറൈറ്റിയാണ്. അതെ തീർച്ചയായിട്ടും. അപ്പം രുചിയുടെ പെരുമ ഒട്ടും കുറയാതെ വിജയമായി പ്രദർശനം തുടരുന്നു. അതും സിനിമ ക്യാപ്ഷൻ തന്നെ. സർവത്ര സിനിമാമയമാണ് കാര്യങ്ങൾ. അപ്പം ഇനി ഫുഡിന്റെ കാര്യം നോക്കാം. നല്ല വിശക്കുന്നുണ്ട്. കമോൺ, എന്ത് ഐറ്റം? ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ മീൽസ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പോലെ. അതെ, സൂപ്പർ സ്റ്റാർ മീൽസ് നമ്മുടെ മെനുവിലെ സൂപ്പർ സ്റ്റാർ ഇവനാണ്. വെജ് താലിയാണ്, പ്യുവർ വെജ് ആണിത്. നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സീ ഫുഡ് ഐറ്റംസും അതെ, ഫിഷ്, പ്രോൺസ് ഇതെല്ലാം ആഡ് ചെയ്യാം. സ്വല്പം മതി കേട്ടോ. ഇവനങ്ങ് തുടങ്ങാം. അപ്പോൾ പപ്പടവും പരിപ്പിൽ നിന്നൊക്കെ ആരംഭിക്കാം. ആണ് നമ്മുടെ പരിപ്പ്.
ഇത് നമ്മുടെ കരിമീൻ വറുത്തതാണ്. കരിമീൻ കാരണം ഇവിടെ ഈ അഷ്ടമുടി കായലിൽ നിന്ന് തന്നെ നമുക്ക് വെൻഡേഴ്സ് ഉണ്ട്. അവർ അഷ്ടമുടി കായലിൽ നിന്ന് രാവിലെ തന്നെ പിടിക്കുന്ന മത്സ്യം നമുക്കിവിടെ ഒരു 7:30-8 മണിയോടുകൂടി രാവിലെ എത്തിച്ചു തരും. ഡെയിലി എത്തിച്ചു തരും. ഇത് ആവോലി പൊള്ളിച്ചത് തകർക്കൂട്ടോ. ഈ കൊല്ലത്തെത്തി കഴിഞ്ഞാൽ ഭക്ഷണത്തിനൊരു പഞ്ഞുമില്ല, പ്രത്യേകിച്ച് മീനിന്. അതെ അല്ലേ? ഈവനിങ് സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? ഈവനിങ് നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ചൈനീസ് ഉണ്ട്, അറബിക് ഉണ്ട്, തന്തൂർ ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അറബിക്കിന്റെ പേര് നമ്മൾ അറബിക്കഥ എന്നുള്ളൊരു ടൈപ്പിലാണ്. അപ്പം ഗംഭീര ഫുഡാണ്. അതെ, നമ്മുടെ ആവി പറക്കുകയാണ്. ആവോലി ആവോലിയുടെ ആവിയാണ് നമ്മുടെ തന്നെ റെസിപ്പിയാണ്. നമ്മുടെ തന്നെ ചാവീസ് സ്പെഷ്യൽ റെസിപ്പിയാണ് രണ്ടിനും യൂസ് ചെയ്തിരിക്കുന്നത്. കൊല്ലം ടൗണിൽ നിന്ന് നമ്മൾ കുണ്ട്ര ഭാഗത്തേക്ക് അല്ലെങ്കിൽ കൊട്ടാരക്കര കുണ്ട്ര ഭാഗത്തേക്ക് വരുമ്പോൾ കല്ലുംതാഴം എത്തുന്നതിന് മുൻപായിട്ട് പാലക്കടവ് എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്ഥലത്താണ്. ഒരു 10:30 മുതൽ ഓപ്പൺ ആണ്. രാത്രി 11 മണി വരെ നമ്മളുണ്ട്. അപ്പോൾ കലോത്സവം വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വരിക. നല്ലൊരു ആംബിയൻസോട് കൂടി നല്ല സിനിമാ കഥയും കണ്ട് സിനിമാ കഥയും കേട്ട് നല്ല പാട്ടും കേട്ട് കലയോടൊപ്പം ഭക്ഷണത്തെ സ്നേഹിക്കാം. നല്ല അടിപൊളി ഫുഡാണ്. പ്രത്യേക ഓഫർ കൊടുക്കണം. തീർച്ചയായിട്ടും കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ കുറേ വരും. അപ്പോൾ അടിച്ചു പൊടിച്ച് തീർച്ചയായിട്ടും നല്ല സർവീസും അപ്പം നല്ല ഫുഡും നടക്കട്ടെ. ബൈ.